ലോകം ഒരു വശത്ത് സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ മറുവശത്ത് കരീബിയൻ കടലിടുക്കിൽ അധിനിവേശത്തിന്റെ പടക്കപ്പലുകൾ നിരത്തി പവർ ഗെയിം ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സ്വന്തം ഡൊണാൾഡ് ട്രംപ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ എണ്ണക്കപ്പൽ നടുകടലിൽ തടഞ്ഞു നിർത്തി പിടിച്ചിട്ട നടപടിയെ അതൊരു വലിയ കാര്യമല്ല എന്ന് ട്രംപ് നിസ്സാരമായി തള്ളിക്കളയുമ്പോൾ ആ ചെറിയ കാര്യം ഫോൺ കോളായി റഷ്യയിൽ എത്തിയതോടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തിന്റെ പേരിൽ കപ്പലുകൾ പിടിച്ചെടുക്കാനും പരമാധികാര രാഷ്ട്രത്തിന് നേരെ വെടിയുയർത്താനും തനിക്ക് ആരുടെയും അനുവാദം വേണ്ടെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരോട് വിവരങ്ങൾ പറഞ്ഞാൽ അത് അരിപ്പയിലൂടെ വെള്ളം പോകുന്നത് പോലെ ചോരുമെന്നാണ് ട്രംപിന്റെ പക്ഷം. അതേസമയം ട്രംപിന്റെ പടക്കപ്പലുകൾ കടലിൽ വട്ടമിടുമ്പോഴും വെനസ്വേലയുടെ മണ്ണ് വിട്ടുകൊടുക്കാൻ നിക്കോളസ് മഡൂറോ എന്ന പോരാളി തയ്യാറല്ല. വെറും വീമ്പ് പറച്ചിലുകൾ കൊണ്ട് തന്നെ വീഴ്ത്താമെന്ന് കരുതിയ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സിംഹത്തിന്റെ കരുത്തോടെ മഡൂറോ നിലയുറപ്പിച്ചു. ഭയത്തിന്റെ നിഴൽ പോലും വീഴാത്ത ആ മുഖത്ത് വിപ്ലവ വീര്യം ജ്വലിച്ചു നിന്നു. ഈ സന്ദർഭത്തിലാണ് മഡൂറോക്ക് കരുത്ത് പകരാൻ പുടിന്റെ ആശ്വാസ വാക്കുകൾ എത്തുന്നത്. ഇതോടെ കളി മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങി. ഈ ഒരു ഘട്ടത്തിൽ ഒന്നേ ലോകത്തിന് ബോധ്യമായുള്ളൂ: മഡൂറോ തനിച്ചല്ലെന്നും വെനസ്വേലൻ മണ്ണ് അത്ര വേഗം അടിയറവ് വെക്കാനുള്ളതല്ലെന്നുമാണ് അത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ സൈനിക ഹുങ്കും അതിനെ തരിപ്പണമാക്കാൻ വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യവും ചേരുമ്പോൾ ആഗോള രാഷ്ട്രീയം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണോ എന്നാണ് ഒരു വിഭാഗം സംശയം ഉയർത്തുന്നത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ലോകം ഇതുവരെ കാണാത്ത പുതിയൊരു ശാക്തിക ചേരിതിരിവിന്റെ വിളംബരമാണ് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ട്രംപിന്റെ കണക്കിൽ ഇതൊരു നോ ബിഗ് ഡീൽ ആയിരിക്കാം. പക്ഷേ റഷ്യയിൽ നിന്നുള്ള ഈ റിങ് മുഴങ്ങിയതോടെ കളി തമാശയല്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി. കളി ഇനി റഷ്യൻ ശൈലിയിലാണ്. കനൽ പുകയുന്നത് കരീബിയൻ കടലിലാണെങ്കിലും അതിന്റെ ചൂട് അമേരിക്ക അറിയാൻ പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്.